ജയശങ്കർ കൂടിയുണ്ട്. ജയശങ്കർ, ഇപ്പോൾ ഇതിൽ ഇന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു പ്രതികരണമൊക്കെ വരുമ്പോൾ അതും അത്ര വിശ്വാസയോഗ്യമായ തരത്തിലല്ല അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹമാണ് ഇതിൽ പരാതി ഉന്നയിച്ചത് എന്നുള്ളത് കൂടി വരുമ്പോഴാണ് ഇതിൽ വലിയ സംശയം ഉയർന്നു വരുന്നതും. എന്തായാലും അന്വേഷണം വരികയാണ്. ഇപ്പോൾ കോടതി കൂടി പറയുമ്പോൾ കുറച്ചുകൂടി കോടതിയുടെ മേൽനോട്ടത്തിൽ എന്ന തരത്തിലേക്ക് തന്നെ അതിനെ കാണേണ്ടി വരും. എന്തായാലും ഇതിലൊക്കെ ഒരു എന്താണ് സംഭവിച്ചതെന്നതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം ദേവസ്വത്തിനും ഇതിൽ നിന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വിപുലമായ രീതിയിലേക്ക് തന്നെ ഇതിൻ്റെ അന്വേഷണം പോവുകയാണ്. ജയശങ്കർ, അതെ അനുജ, കാരണം രാവിലെ ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കുറ്റക്കാരനാണെന്നും അദ്ദേഹം ആണ് മുഴുവൻ തെറ്റുകൾ ചെയ്തെന്ന തരത്തിലുള്ളൊരു സംസാരമായിരുന്നു നടത്തിയത്. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതിൽ ന്യായമുണ്ട്. കാരണം 4.5 വർഷമായി കാണാത്ത ഒരു സ്വർണ്ണപ്പീഠം സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നു. പിന്നീട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ സമഗ്രമായൊരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും നിലപാട്. ആ നിലപാടിനോട് ഹൈക്കോടതി തത്വത്തിൽ അംഗീകാരം നൽകുകയും ചെയ്തു. വിശദമായൊരു പരിശോധന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ തന്നെ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം കാണാനില്ല, ദേവസ്വം ബോർഡ് തന്നെ കള്ളന്മാരെന്ന വിളിപ്പേരിൽ നിന്നൊരു ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് ഈ സ്വർണ്ണപീഠം കണ്ടെത്താനുള്ള ഒരു കാര്യത്തിലേക്ക് ദേവസ്വം ബോർഡിന് സാധിച്ചത്. അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച ക്രെഡിറ്റ് ആണ്. ആ ക്രെഡിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും ദേവസ്വം ബോർഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹത്തിന്റെ വാദഗതികളും ശരിയാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത ഈ വിജിലൻസ് അന്വേഷണം പൂർത്തിയായ ശേഷമായിരിക്കും. എന്തായാലും അടുത്ത തവണ കേസ് കോടതി പരിഗണിക്കുമ്പോൾ ആ ഘട്ടത്തിൽ ഒരു റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് കോടതിയിലേക്ക് നൽകും. ആ ഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി ഈ വിഷയങ്ങളിൽ ഒരു സ്വർണ്ണപീഠം കണ്ടെത്തിയെന്ന് വിജിലൻസ് ദേവസ്വം പറയുമ്പോൾ പോലും ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാകരുത് അന്വേഷണം. ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നും ഒരു കണക്കും ഒന്നിനുമില്ല, മഹസറിലൊന്നും രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ മുഴുവൻ സ്വർണത്തിന്റെ കണക്കുകൾ ഉൾപ്പെടെ അതിൽ ഉണ്ടാകണം. ഒരു പരിശോധന വേണം സ്ട്രോങ് റൂമിൽ എന്നതിലേക്ക് കടുത്ത നടപടിയിലേക്കാണ് കോടതി കടന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.